Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. They say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. സങ്കീർത്തനങ്ങൾ 103. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നീട്ടിക്കൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി, ആരാധിക്കുന്നു. ആത്മാവിൻ്റെ പ്രവർത്തനം മകനിൽ രൂപപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ കുദാശയുടെ മധ്യേ അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ പൊഴിക്കപ്പെടുവാനും സ്വർഗത്തിൻ്റെ മാലാകന്മാർ, ശ്രാപ്യന്മാർ, പുരോഹിതന്മാരെല്ലാം വിശുദ്ധ ദിനത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ അവിടുന്ന് ഇറങ്ങി വരണമേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ആശീർവദിക്കണമേ. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ശിശുവിനെ വളർത്തുവാൻ ഇവരെ സഹായിക്കണമേ. പിതാവുമത്രയും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കാറ്റരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഓരോന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കുക, അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും, മുട്ടോ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിറൾ ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നവർ നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാവക്കറകൾ കഴുകി ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗദീ ശരീരത്തിൽ അവയവമായി തീർന്ന ഈ ദാസൻ കുദാശകളുടെ സ്വീകരണം വഴി ആത്മീയ ശാരീരികമായി വളരാനിടയാകട്ടെ. ദാനത്തെ പ്രതി
ഈ ദാസനോടൊത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഫ്രാൻസിസ് സേവ്യർ മുദ്രിതനായിരിക്കുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോട് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെടേണ്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കപ്പെടാത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്നും നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 3:13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കും, നീ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ യോർദാനിൽ വെച്ച് യോഹന്നാനിൽ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ സ്ത്രീകന്മാർ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ പ്രകാശത്താൽ വിതരണം ചെയ്യുവാനെന്ന് അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാവട്ടെ. ശരീരത്തിന് ആത്മാവിന് പുറത്തുനിന്ന് എപ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫ്രാൻസിസ് സേവ്യർ വിസ്തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫ്രാൻസിസ് സേവ്യർ മാമോദീസ മുക്കപ്പെടുന്നു. മാമോദീസ വഴി ദൈവപുത്രനായി തീർന്നിരിക്കുന്ന ഈ ശിഷ്യനോട് നമുക്ക് ദൈവത്തെ പിതാവെന്ന് വിളിച്ചപേക്ഷിക്കാം.
അനുഗ്രഹീത ദിനത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാം. ജോർജ് അലീനെ പ്രേയറിന് വേണ്ടി ക്ഷണിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമീൻ. സ്നേഹനിധിയായ ദൈവമേ, ഉത്സവ ദിവസമായി അങ്ങ് രൂപാന്തരപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്നു. തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായും വീട്ടിയും ഗാനം ഉതിർക്കുവിൻ. അമാവാസിയിലും എൻ്റെ ഉത്സവ ദിനമായ അന്നയുടെ പ്രാർത്ഥന മൂലം ലഭിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. പെയ്തൊഴിയാത്ത പെരുമഴയിൽ നനഞ്ഞു കുതിർന്ന മലയാള മണ്ണ് ചിങ്ങപ്പൊൻവയിലേറ്റ് പുളകമണിയുകയാണ്. ആടിയും പാടിയും ആർത്തുല്ലസിച്ചും കേരളക്കരയാകെ തിരുവോണത്തിൻ്റെ കേളികെട്ട് ഉയരുമ്പോൾ ഇവിടെ നമ്മളും ഒരു ആഘോഷത്തിൻ്റെ മൂഡിലാണ്. എല്ലാവർക്കും ആദ്യമേ തന്നെ തിരുവോണത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഒന്ന് വിളിക്കാമോ? ആർപ്പോ! നമ്മളെല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ജിമ്മി എങ്ങനെയാ? ചിന്നു, ജോർജ് അലയൻ, റോസ്ലിൻ്റെ ഒക്കെ സന്തോഷത്തിലല്ലേ? റോസ്ലിനെയൊക്കെ നോക്കിയിട്ടില്ല. പണ്ടൊരു പരസ്യത്തിൽ പറഞ്ഞ പോലെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള ഒരവസ്ഥയാണ്. നമ്മളെക്കാളെല്ലാം ഉപരി സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന്, സഭ സന്തോഷിക്കുന്ന ദിവസം. കാരണം 140 കോടി അംഗങ്ങളുള്ള ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഒരു പുണ്യ അല്ലെങ്കിൽ ഒരു വിശുദ്ധനെ ആവാൻ ചാൻസുള്ള ഒരു മകനെ കൂടി ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരാനാണ് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുക. നമുക്ക് ഇന്നത്തെ കേന്ദ്ര കഥാപാത്രങ്ങളെയൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ജിമ്മി, ചിന്നു, പിന്നെ നമ്മുടെ 2 മക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കൊന്ന് കൈയടിച്ച് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജോർജ് അലിയൻ, റോസലി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉഷ, അമ്മൂമ്മ, നിങ്ങളാണല്ലേ ഈ കൊച്ചിൻ്റെ തല തൊട്ടത്? തല തൊട്ടു, പെട്ടു. കാരണം എന്താണെന്നറിയോ? ഇനി ഈ കൊച്ചിൻ്റെ ആത്മീയ വളർച്ചയിൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇത് അറിഞ്ഞെങ്കിൽ ചെയ്യില്ലായിരുന്നു എന്നാണോ ആൻറ്റി പറയണേ? അല്ല അല്ലേ? ഓക്കെ, വിളിക്കാം. ചോയി അവിടെ നിന്ന് അടഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഏക അങ്കിൾ ചോയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഒരു 2 പേരെ കൂടി ക്ഷണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവർ സ്ഥലത്തില്ല. നമ്മുടെ റോമി, വിജി UK-യിലാണ്. സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇല്ലെങ്കിലും പ്രാർത്ഥന കൊണ്ട് അവർ ഈ ചടങ്ങിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആരുടെയൊക്കെ ലൈവ് കാണുന്നുണ്ട്. അപ്പോൾ അവരും ഇവിടെയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിച്ചെടുത്ത് തുടങ്ങാം. ഇനി നമുക്കൊരല്പം പുറകോട്ട് ഒന്ന് നടന്നു നോക്കിയാൽ 2018 വെള്ളപ്പൊക്കത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ആ നടുക്കുന്ന ഓർമ്മകളുടെ ദിവസം 2018 ആഗസ്റ്റ് 22-നായിരുന്നു ജിമ്മിയുടെയും ചിന്നുവിൻ്റെയും വിവാഹം. അന്ന് മുതൽ ഒരു കുഞ്ഞിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിച്ചു, അവർ പ്രാർത്ഥിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം 2023 ജൂൺ 30 ദൈവം ഇവരുടെ പ്രാർത്ഥന കേട്ടു. സങ്കീർത്തനം 127:3 പറയുന്ന തിരുവചനം അതേപടി ഇവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായി. ആ വാക്യവും പറയാമോ? അത് തന്നെയാണ്. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും.
ഈ സമ്മാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ജിമ്മി, എന്താണെന്നറിയോ? നമ്മളെന്തെങ്കിലും കാശ് കൊടുത്ത് വാങ്ങാൻ പോകണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം, ഇഷ്ടപ്പെട്ട മോഡൽ, ഇഷ്ടപ്പെട്ട വിലയിൽ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാം. ഈ സമ്മാനമാണെങ്കിൽ അത് തരുന്ന ആളുടെ ഇഷ്ടത്തിന് എങ്ങനെ, എന്ന്, ഏത് മോഡല്, എന്ത് വിലപിടിപ്പുള്ളത് തരണം എന്നുള്ളത് സമ്മാനം തരുന്ന ആളുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനപ്രകാരം അന്ന് കിട്ടിയ ഒരു സമ്മാനമാണ് ഈ സാധനം. ആ സമ്മാനമാണ് ഈ സമ്മാനം നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 30-ന്, അതായത് എൻ്റെ ജന്മദിനത്തിന്റെ പിറ്റേ ദിവസം അല്ലേ, 30-ാം തീയതി 1-ാം വാർഷികം നമ്മളൊക്കെ ഇവിടെ വെച്ച് വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഈ കൊച്ച് ഇടഞ്ഞു തുടങ്ങി. അതിന് കാരണമുണ്ട്. ഇവനിപ്പോ എന്നോട് പറയുന്ന സംഭവം, ഈ ചേട്ടൻ എന്നിട്ടൊക്കെ പറയണേ, ഇന്ന് എന്റെ മാമോദീസ, എന്നെ പറ്റി പറയുക ചേട്ടാ എന്നാണ് ആള് പറയുന്നത്. ദൈവം വീണ്ടും ഇവരെ അനുഗ്രഹിച്ചു. ഇവരുടെ ദാമ്പത്യ വിശുദ്ധിയുടെ പൂങ്കാവനത്തിൽ ഒരു മനോഹര പുഷ്പം കൂടി വിരിഞ്ഞു. ആ വിരിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ ആങ്ങളയുടെയും പെങ്ങളുടെയും ജന്മദിനങ്ങൾക്ക് തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. നിങ്ങൾ പറയണ്ട, ജൂൺ 30-നാണ് ഈ സമ്മാനം നമുക്ക് കിട്ടിയത്. ഈ സമ്മാനം കിട്ടിയ ദിവസം എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഒരു ബന്ധമുണ്ട്. ജൂൺ 3-0 അവളുടെ ബർത്ത്ഡേ ആയി, 0-3 ഇവളുടെ ബർത്ത്ഡേ ആയി. അപ്പോൾ ആങ്ങളെ പെണ്ണും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരൊന്ന് അഭിനന്ദിക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ്റെ പേര് ഗോപാലൻ എന്നാണ്. ഗോക്കളെ പാലിക്കുന്നവൻ. ആൾക്ക് ജോലി കശാപ്പാണ്. എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരുണ്ട് സത്യൻ. വായ തുറന്നാൽ നുണയെ പറയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിരോധാഭാസത്തിന്റെ ഇടയ്ക്ക് ഈ ഹസിയേൽ എന്ന പേര് തെരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ചേട്ടനൊക്കെ കാറിൽ ചോദിച്ചു, ഇത് മുസ്ലിമാണോ, എന്ത് പേരാ ഹസിയേൽ എന്ന്? ഇത് ആദ്യമായിട്ട് കേൾക്കുന്നുള്ളൂ. ഈ പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതൊരു ഹീബ്രു വാക്കാണ്. ഹസി എന്നുള്ള ഹീബ്രു വാക്ക് യഥാർത്ഥം കാണുക അല്ലെങ്കിൽ ദർശനം എന്നൊക്കെയാണ്. ഏൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ് ഏൽ? ഏൽ ലമാ സബക്താനി എന്നൊക്കെ കേട്ടില്ലേ, ദൈവം. അപ്പോ ഹസിയേൽ എന്ന് പറഞ്ഞാൽ ദൈവം കാണുന്നു, ദൈവം കാണുന്നവൻ. വളരെ അർത്ഥമുള്ള പേര്. പിന്നെ ചരിത്ര പുസ്തകത്തിൽ ഹസിയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കരുണയും ക്ഷമയും നിറഞ്ഞ ഒരു ദൂതൻ, ദൈവത്തിന്റെ കണ്ണുകളാൽ കണ്ടെടുക്കപ്പെട്ടവൻ, കൃപയും അനുഗ്രഹവും നിറഞ്ഞ ജീവിതം. എവിടെ നോക്കിച്ചു ജിമ്മി? അപ്പൊ ഞാനും ഒരു ദർശനം കണ്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവൻ ആരായി തീരുമെന്ന് വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് മോസസിന്റെ കരുത്ത്, സോളമന്റെ സൗന്ദര്യം, ദാനിയേലിന്റെ ധീരത, പൗലോസിന്റെ പാണ്ഡിത്യം, പത്രോസിന്റെ വിധേയത്വം. ചരിത്രത്തെ രണ്ടായി പകുത്ത യേശുവിന്റെ വഴികളിലൂടെ വീണ്ടും ഇവനൊരു ചരിത്രമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കേക്ക് കട്ടി. ഒരു സർപ്രൈസ്. ഇന്നലെ സെപ്റ്റംബർ 5 തിരുവോണ ദിവസം ആരുടെ ജന്മദിനമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നലെയാ? മാവേലിയുടെ. മിടുക്കൻ. ആരാ പറഞ്ഞേ? മേലില് ഇതേമാതിരി വെട്ടിത്തരങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്. അധ്യാപകരാരെങ്കിലും ഇവിടെ ഉണ്ടോ? 6 ഇന്നും ഒരു മഹത് വ്യക്തിയുടെ ജന്മദിനം കൊണ്ട് ധന്യമായ ദിവസമാണ്. ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ചിന്നുവിന്റെ
എത്രാമത്തെ? മമ്മൂട്ടിയുടെ 74ആണ്. അത്രയും വയസ്സായിരിക്കും പറയുന്നത്. ചിന്നുവിന്റെ ജന്മദിനമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ചിന്നുവിന് ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഒന്ന് ജനിച്ച ദിവസം, അടുത്തത് ഇതൊക്കെ ഞാൻ വേറെ സ്ഥലത്ത് പറയണ കേട്ടിട്ടുണ്ട്, പഠിച്ചു വെച്ചിട്ടാണ്. ഒന്ന് ജനിച്ച ദിവസം, പിന്നെ പ്രധാനപ്പെട്ട ദിവസം, അവൻ ജനിച്ചത് എന്തിനാണെന്ന് അവൻ തിരിച്ചറിയുന്ന ദിവസം. നമ്മളൊക്കെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. പ്രത്യേകിച്ച് ചിന്നുവും തിരിച്ചറിഞ്ഞു. ഒരുപാട് രോഗികളെ ശുശ്രൂഷിക്കുന്ന നല്ലൊരു മേഖല തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും ജന്മദിനത്തിൻ്റെ. നമസ്കാരം. ഇത്ര നേരം ഈ പരിപാടിയുടെ ഭംഗി കൂട്ടാനായി ഇത്രയും വിശദമായി എല്ലാം പറഞ്ഞ ഈ ആള് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ആരാന്നറിയാം. എന്നാലും ഞാൻ പരിചയപ്പെടുത്താം. ഇതെൻ്റെ അമ്മച്ചിയുടെ ആങ്ങളെയാണ്. വർഗീസ് എന്നാണ് പേര്. ഞങ്ങൾ വർക്കിച്ചാന്ന് വിളിക്കും. എരിഞ്ഞിപ്പറയാണ് വീട്. ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും ആള് തന്നെയാണ് കളറാക്കാറ്. അപ്പം എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ വർക്കിച്ചിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വെള്ളം കല്ലിൻ ചില്ലും കൂട
that day. Until then I'll live to hear you say, well done, my good and faithful one. Welcome to the place where you belong. Well done, my beloved child. You have run the race and now you're home. Welcome to the place where you belong. Well done. Wasn't it just yesterday I felt your skin on mine, held you in my arms, fell in love a billion times. From crawl to walk, first breath to talk, to letting go of that bike with the training wheels off. Oh, but watch that clock, those hands, they never stop. Give me a replay, give me a rewind. There's a way to slow down time. Someone show me how to make it right now. How do you hold on to the moments that are here and gone? Man, before you know it, it's all in the past, slipping through the cracks. You're never gonna get them back. So while you got them, make them last, 'cause they grow up too fast. Toy cars and trains, T-ball and soccer games, to a shy first kiss, just a little offing, tossing you the keys and saying a prayer, crying as your tassel flies through the air. And just like that, all your bags are packed. Give me a replay, give me a rewind. There's a way to slow down time. Someone show me how to make it right now. How do you hold on to the moments that are here and gone? Man, before you know it, it's all in the past, slipping through the cracks. You're never gonna get them back. So while you got them, make them last, 'cause they grow up too fast. Give me a replay, give me a rewind. If there's a way to slow down time, someone show me how. Yeah, about right now. How do you hold on to the moments that are here and gone? Man, before you know it, it's all in the past, slipping through the cracks. You're never gonna get them back. So while you got them, make them last, 'cause they grow up too fast. Too fast, yeah. In Christ alone, my hope is found. He is my light, my strength, my song. This cornerstone, this
solid ground, firm through the fiercest drought and storm. What heights of love, what depths of peace, when fears are stilled and striving cease. My comforter, my all in all, here in the love of Christ I stand. ഇവൻ്റെ പേര് ശരിക്കും ഹസിയൽ എന്നാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ശരിക്കും രണ്ടാമത്തെ ഉണ്ണിയുടെ പേരിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതിന് കൂടുതലായിട്ട് മൂത്താളുടെ പേരിനായിരുന്നു ഞങ്ങളങ്ങനെ നോക്കിയത്. അപ്പോൾ ഹന്നാന്ന് കിട്ടി. ആ പേര് എല്ലാവർക്കും ഇഷ്ടമായി, ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ അടുത്തുണ്ണി ഉണ്ടാകുമ്പോൾ ഏത് പേരിടണം എന്നതിനെ പറ്റി ഞങ്ങളിങ്ങനെ ആലോചിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടുത്തുണ്ണി ഇത്രയും വേഗം ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അത് എങ്ങനെയൊക്കെയോ അത് അങ്ങനെ സംഭവിച്ചു. എല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണല്ലോ. അപ്പോൾ ഈ പേര് പറയുന്നതും ഇത് എഴുതുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവളും തമ്മിൽ ഈ പേര് HAHE അങ്ങനത്തെ പ്രശ്നങ്ങൾ, പ്രൊനൗൺസിയേഷൻ്റെ പ്രശ്നം. പിന്നീട് നമ്മൾ വേറെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഈ പേര് അവർ കാണുമ്പോൾ വായിക്കുന്ന രീതിയിൽ നിന്ന് മനസ്സിലായി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പേരിലേക്ക് എത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ പേരിലൊക്കെ എപ്പോഴും ഒരു വ്യത്യസ്തതയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഫോർമലായിട്ട് അങ്ങനെ കേൾക്കാത്തൊരു പേര് നോക്കിയപ്പോൾ ആ പേരിലേക്ക് എത്തി. പിന്നെ പേരിടുമ്പോൾ 2 പേര്, അതായത് ഉണ്ണിയുടെ പേര് പിന്നെ എൻ്റെ പേര്, അതിൻ്റെ അപ്പുറത്തേക്ക് 3 പേരൊക്കെ അതിനോട് എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇടുന്ന പേര് അതാ പെർഫെക്റ്റ് ആണെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിൽ ഞങ്ങൾ ഓക്കെ ആവുകയാണ് ചെയ്തത്. മീനിങ് നോക്കിയപ്പോഴും നല്ല മീനിങ് ആണ് കണ്ടു. അപ്പോൾ പിന്നെ അതന്നെ ഫിക്സ് ചെയ്തു. പിന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ശാന്തനാണ്. ആൾക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാനിഷ്ടം. അപ്പോൾ നമ്മൾ വിചാരിക്കും കിടത്തിയാലോ ഇരുത്തിയാലോ അപ്പം കരയുന്നല്ല. ആളുടെ ചില സമയത്ത് മൂട് ആളങ്ങനെ കിടന്ന് കളിക്കണമെങ്കിൽ ആൾ തന്നെത്താനെ വായിൽ വിരലേക്ക് ഇട്ട് അങ്ങനെ മുകളിൽ നോക്കി കറങ്ങണ ഫാനൊക്കെ നോക്കി അങ്ങനെ കിടക്കും 2-3 മണിക്കൂർ. നമ്മൾ അതിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആൾ കണ്ട ഒരു ഇതങ്ങനെ കാണിക്കുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചേച്ചിയായിട്ടുള്ളൊരു കൂട്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ജീവനാണ്. ആൾ കാണുമ്പോൾ കെട്ടിപ്പിടിക്കൽ ഉമ്മ കൊടുക്കലൊക്കെ ഉണ്ടെങ്കിലും ഒരു കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഓടി വരുമെങ്കിലും എപ്പോഴും ഇവൻ്റെ അടുത്ത് തന്നെ ഇവനെ ഉപദ്രവിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക്. അത് എൻ്റെ അനിയൻ, അങ്ങനെ തന്നെ പുള്ളി അത് നിൽക്കും.